ചെയ്തവരൊക്കെ ആദ്യം സെയിൽസ്മാൻ എന്നാണ് തുടക്കം കുറിക്കുന്നത്. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടിയും കൂടിയാണ്. ഇപ്പൊ നമ്മള് MBA കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ബിസിനസ് ചെയ്താലും വിജയസാധ്യത കുറയാനുള്ള കാരണം ഒരു സെയിൽസ്മാനായി നിന്ന് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് ഫുൾ സ്റ്റഡി ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആള് ഒരു പക്ഷേ MBA ചെയ്തതിനെക്കാട്ടും കൂടുതൽ വിജയിക്കും. അല്ലെങ്കിൽ MBA പഠിച്ചിട്ട് ഒരു സെയിൽസ്മാനായിട്ട് ഏതെങ്കിലും ഷോറൂമുകളിലോ എവിടെയെങ്കിലും നല്ലൊരു ഷോപ്പിൽ നിന്ന് വർക്ക് പഠിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആളും വിജയിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് സെയിൽസ്. അപ്പൊ സെയിൽസിനോട് താല്പര്യമുള്ളവരാണ് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഉപകാരമുള്ളൂ. കാരണം സെയിൽസ് എന്ന് പറഞ്ഞ മേഖല പല ആളുകൾക്കും അതെന്താണ്, അതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ആളുകൾക്ക് അറിയുന്നില്ല. ഞാനായാലും നമ്മളൊരു 15 വർഷം മുമ്പൊക്കെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ സെയിൽസിന്റെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞു വന്നതല്ല, നമ്മൾ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ അതിൽ ഇറങ്ങും. പിന്നെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് അത് ആഴത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും സാധ്യതകളുള്ള ജോബ് വളരെ കുറവാണ്. കാരണം ഒരുപാട് എഡ്യൂക്കേഷനും ഒരുപാട് സംഭവങ്ങളൊന്നും പഠിക്കാതെ ചെറിയൊരു നമ്മളെ കസ്റ്റമറോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കസ്റ്റമറെ നമ്മൾ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവ്, സത്യസന്ധത, പിന്നെ കസ്റ്റമറോട് സംസാരിക്കുക, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗുണം ദോഷവും സത്യസന്ധമായി പറഞ്ഞ് കസ്റ്റമർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതാണ് ഒരു സെയിൽസ്മാൻ്റെ കഴിവ്. സെയിൽസ്മാന് നമ്മൾ ടെൻഷൻ അടിക്കാതെ കസ്റ്റമർക്ക് എന്തെങ്കിലും കളവ് പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും തട്ടിപ്പ് തരികടയായിട്ട് വിൽപ്പന ചെയ്യുന്നവ എന്നും നിലനിൽക്കില്ല. സത്യസന്ധമായി ജോലി ചെയ്യുക, അവ കസ്റ്റമർക്ക് ഡെലിവറി കറക്റ്റ് സമയത്ത് കൊടുക്കുക. നമുക്ക് കസ്റ്റമർ തന്നെ 3 ടൈപ്പിലുള്ള കസ്റ്റമർ വരും. അത് സെയിൽസ്മാൻ ആദ്യം മനസ്സിലാക്കുക. ഒന്ന് പറഞ്ഞ കേൾവിക്ക് പ്രാധാന്യമുള്ളത്. ചില ആളുകൾക്ക് അത് കേൾവിക്ക് പ്രാധാന്യം പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് കേട്ടാൽ തന്നെ അവർ നമ്മൾ പറയുന്നത് കേട്ട് അവിടെ ആ പ്രൊഡക്റ്റ് ഷോപ്പിലില്ലെങ്കിലും വിശ്വസിക്കും. ഇനി ചില ആൾക്കാർ അത് തൊട്ട് നോക്കി അതിൽ ഫീൽ ചെയ്താൽ മാത്രമാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഷോറൂമിൽ ആ പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ചോദിച്ച പ്രൊഡക്റ്റ് അവരുടെ മുമ്പിൽ അത് കണ്ട് അത് അവർക്ക് ഇരുന്ന് തൊട്ട് നോക്കി മനസ്സിലാക്കി അത് ഫീൽ ചെയ്താൽ മാത്രമാണ് ആ കസ്റ്റമർ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടാൽ മതി അവർക്ക് ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്കത് വിശ്വസിക്കും. അങ്ങനെ 3 ടൈപ്പിലുള്ള കസ്റ്റമേഴ്സ് വരും. ഇപ്പൊ നമ്മൾ പല സെയിൽസ് ട്രെയിനിങ്ങുകളിലും നമ്മൾ പോകുന്നുണ്ട്. സെയിൽസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ഈ 3 ടൈപ്പിൽ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവരോട് പെരുമാറേണ്ട രീതി, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ട രീതി, അങ്ങനെ ഓരോ രീതികൾ നമുക്ക് പറഞ്ഞു തരും. അതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നമ്മൾ വർക്ക് ചെയ്ത്, അതായത് ഒരു ദിവസം ഒരു ഷോറൂമിലേക്ക് 50 കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10 സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കസ്റ്റമറെ പോയിട്ട് അറ്റൻഡ്